കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് കിട്ടാൻ എന്തൊരു കഷ്ടപ്പാടാ. എന്നെ എവിടെ നോക്കിയാലും ഫ്ലാറ്റേ ഉള്ളൂ. ദേ ഒരെണ്ണം, ദേ വീണ്ടും ഒരെണ്ണം, ദേ 1 2 3 എണ്ണം, ദേ പിന്നെ ഒരെണ്ണം. ഇവിടെ ആരാണ് താമസിക്കുന്നേ? കൊച്ചിയിലുള്ള സകല ബ്രോക്കർമാരെ ഞാൻ കുത്തിയിരുന്ന് വിളിച്ചു. ഹലോ ചേട്ടാ, ഫ്ലാറ്റിന് വേണ്ടിട്ടായിരുന്നു. ബാച്ചിലറാ, സിംഗിളാ. പക്ഷെ ഫ്ലാറ്റ് കിട്ടൂല ചേട്ടാ, ഒറ്റയ്ക്കല്ല, 3 ഗേൾസ് ഉണ്ട് ഞങ്ങള്. 3 ഗേൾസാ? പറ്റൂല. എന്താ എനിക്കും എന്റെ കുളികളോട് ഒരു ഫ്ലാറ്റ് കിട്ടോ? കുളിക പെണ്ണല്ല ആണ്, അപ്പൊ ഓക്കെ അല്ലേ? അല്ലല്ല, ഞങ്ങള് ഫ്രണ്ട്സാ. അതും കിട്ടില്ലടാ, മാരീഡ് കപ്പിൾസിന് മാത്രം റൂം കൊടുക്കുള്ളൂ. നമുക്ക് കല്യാണം കഴിക്കാട്ടോ. ഹസ്ബൻഡ് ആവാം, അപ്പൊ റൂം കിട്ടാൻ പോയിക്കും. അയ്യടാ, അങ്ങനെ ഫൈനലി എനിക്കൊരു ഫ്ലാറ്റ് കിട്ടി. പക്ഷെ പിന്നീടാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. പാത്രങ്ങൾ, തുണികൾ, ചെരുപ്പുകൾ, കിച്ചൺ ഐറ്റംസ്, ഫ്രിഡ്ജ്, ട്രോളി, കൂളർ, ഒരു 10-20 ചെടിച്ചട്ടി, ഒരു വലിയ മാവ്, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാറ്റുന്നത്? സംഭവം ഒറ്റയ്ക്ക് കയ്യിൽ നിൽക്കില്ല എന്ന് അറിഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ചു. കൊച്ചി പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. ഷൂസിന്റെ ബോക്സ് സെറ്റ്, ദേ ഡ്രസ്സിന്റെ ബോക്സും സെറ്റ്, ഫോർക്കും സ്പൂണും തുടങ്ങി ഓരോ ചെറിയ പാത്രങ്ങൾ വരെ എത്ര കെയർഫുൾ ആയിട്ട് അവർ പാക്ക് ചെയ്യുന്നത് നോക്കി. എടുത്ത് വയ്ക്കുന്നത് ഒരു ഗ്ലാസ് മകാട്ടോ. കബോർഡിലുള്ള ഈച്ച് ആൻഡ് എവറി സാധനം ലീക്ക് ആവുന്നതും ലീക്ക് ആവാത്തതും ഒക്കെ നോക്കി അവർ പ്രത്യേകം പാക്ക് ചെയ്തു. ഈ ക്രിസ് ക്രോസ് ആയി പാക്ക് ചെയ്യുന്നത് കിച്ചൺ ഐറ്റംസ് ആണ്. ഈ കെറ്റലിനെ ഒന്നും ഇത്ര സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. വാങ്ങിയിട്ട് ഇതുവരെ ഉപയോഗിക്കാത്തൊരു റിംഗ് ലൈറ്റ് ആണ് ആ ചേട്ടൻ ഇത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുന്നത്. പിന്നെ കൂട്ടത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ മിററിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ പാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ സകല ഡൗട്ടും പോയി. മിററാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റൗ വന്നു, ഫ്രിഡ്ജ് വന്നു, വാഷിംഗ് മെഷീൻ വന്നു, കൂളർ വന്നു, എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്ത് തന്നു. ആദ്യത്തെ കുറച്ചു നേരം നോക്കിയിരുന്നെങ്കിലും ഫ്രിഡ്ജും മിററൊക്കെ അവർ പാക്ക് ചെയ്യുന്നുണ്ടപ്പോൾ എൻ്റെ എല്ലാ ടെൻഷനും മാറി. നെക്സ്റ്റ് ഒരു ബിഗ് ടാസ്ക് ആയിരുന്നു 3 നിലയുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴെ വരെ ലിഫ്റ്റ് ഇല്ലാതെ ഈ സാധനങ്ങളൊക്കെ ഇറക്കണം എന്നുള്ളത്. പക്ഷെ ഇത്രയും സാധനങ്ങൾ വളരെ കുറച്ച് ടൈം കൊണ്ട് പാക്ക് ചെയ്ത് അവർ താഴെ എത്തിച്ചു. അവർ തന്നെ അത് ലോഡ് ചെയ്യുകയും ചെയ്തു. ഇത്രയും സാധനങ്ങൾ ഒറ്റയ്ക്ക് പാക്ക് ചെയ്യുന്നത് ആലോചിച്ച് തല പുകഞ്ഞ് കിളി പോയിരിക്കുന്ന തന്നെയാണ് നിങ്ങളാ കാണുന്നത്. എന്തായാലും ഷടപടയുന്ന പരിപാടികൾ കഴിഞ്ഞു. കിച്ചണിലുള്ള സാധനങ്ങൾ കിച്ചണിലും, ബെഡ്റൂമിലുള്ള സാധനങ്ങൾ ബെഡ്റൂമിലും ഒക്കെ കൃത്യമായിട്ട് അവർ വച്ചു തരികയും ചെയ്തു. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോ. അടിപൊളിയാണ്, ഒരു ടെൻഷനും വേണ്ട. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ.